Mathematical numbers are often interesting. Here we are discussing such a topic, pi by Wisława Szymborska. Wisława Szymborska is a Polish writer and she published more than 16 collections which include The End and the Beginning, View with a Grain of Sand, etc. ഇവിടെ വിസ്വേവ സ്ലെംബോസ്കയുടെ പൈ എന്ന കവിതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫിഗർ ആയ പൈ ഉപയോഗിച്ച് അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, ആ പൈയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഈ കവിതയിലൂടെ അവർ വിവരിക്കുന്നത്. ആൻഡ് ഷീ പബ്ലിഷ്ഡ് മോർ ദാൻ 16 കളക്ഷൻസ്, ഏകദേശം 16 കളക്ഷനിൽ കൂടുതൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യൂ വിത്ത് എ ഗ്രെയിൻ ഓഫ് സാൻഡ്, അതേപോലെ തന്നെ ദ എൻഡ് ആൻഡ് ദ ബിഗിനിങ് തുടങ്ങിയ കവിതകൾ. The poem Pi is a philosophical and humorous exploration of the mathematical constant pi and its significance in human understanding. മനുഷ്യന്റെ ജീവിതത്തിൽ പൈക്കുള്ള സ്ഥാനം എന്താണ്, അതേപോലെ മാത്തമാറ്റിക്കൽ ഫിഗറായ പൈയുടെ പ്രാധാന്യം എന്തെന്നാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. And it combines her style with humor, irony and philosophical insight. അവരുടെ കവിതയുടെ പ്രത്യേകതയാണ് യൂസ് ഓഫ് ഐറണി, ഹ്യൂമർ ആൻഡ് ഫിലോസോഫിക്കൽ ഇൻസൈറ്റ്. താത്വികമായിട്ടുള്ള ആ ഒരു ആശയങ്ങളും അതേപോലെ വൈരുദ്ധ്യങ്ങളൊക്കെ അവരുടെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. The poem begins with a description of the mysterious and elusive number that captivated mathematicians and scientists for centuries. ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെ കവി പൈ എന്ന മാത്തമാറ്റിക്കൽ നമ്പറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. ആ ഒരു ആശയം അല്ലെങ്കിൽ പൈ എന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ഫിഗർ എല്ലാവരെയും, ഗണിത ശാസ്ത്രജ്ഞരെയും അതേപോലെ തന്നെ സയന്റിസ്റ്റുകളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ച ഒരു നമ്പറാണ്. ഇറ്റ് ഈസ് ആൻ ഐറോണിക്കൽ നമ്പർ ആൻഡ് ഇർറാഷണൽ നമ്പർ which cannot be expressed as a finite decimal or fraction. പൈയുടെ വില 3.14159539793238 എന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സാധാരണ പൈയുടെ വില പറയുമ്പോൾ 3.14 എന്ന് പറഞ്ഞാലും ഇറ്റ് നെവർ എൻഡ്സ്, അവിടെ അവസാനിക്കുന്നില്ല, 3.14 അവസാനിക്കുന്നില്ല, മറിച്ച് 3.1415 എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് നമ്പറാണ് അത്. അതുകൊണ്ടാണ് അതിനെ ഇറാഷണൽ ഓർ ഇല്ലോജിക്കൽ നമ്പർ എന്ന് പറയുന്നത്. വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫൈനൈറ്റ് നമ്പർ, ഒരു കൃത്യമായ നമ്പറായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് ഇൻ കണ്ടിന്യൂസ് ഫോം. ആൻഡ് ഓർ ഇറ്റ് കനോട്ട് ബി സേ ആസ് എ ഫ്രാക്ഷൻ നമ്പർ. ഒരു ഫ്രാക്ഷൻ 1/2 എന്നോ 1/4 എന്നോ നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫ്രാക്ഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ഫൈനൈറ്റ് നമ്പർ, കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ആണെന്ന് പറയാൻ കഴിയില്ല, കാരണം ഇറ്റ് ഈസ് ഇൻ കണ്ടിന്യൂസ് ഫോം. 3.1415 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഫോമാണ്. ആൻഡ് ദ പോയറ്റ് യൂസസ് പൈ ആസ് എ മെറ്റഫർ ഫോർ ദി ഹ്യൂമൻ ക്വസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. ഇവിടെ പൈ എന്നുള്ളത് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് എങ്കിലും ഈ കവിതയിൽ അതിനെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഹ്യൂമൻ ബീങ്സ് ക്വസ്റ്റ് മീൻസ് അന്വേഷണം, മനുഷ്യന്റെ ത്വരയാണ്. എന്തിനു വേണ്ടിയിട്ട്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്, അറിവിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മനുഷ്യന്റെ ആ ഒരു അറിവ് നേടുക അല്ലെങ്കിൽ ആ ഒരു ആശയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ആശയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതായത് പൈ എന്നത് കണ്ടിന്യൂസ് ഫോമാണ്. അതേപോലെ മനുഷ്യന് ഒരിക്കലും ആഗ്രഹങ്ങൾ അടങ്ങില്ല. നമ്മൾ പറയാറുണ്ട്, പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്, 10 കിട്ടിയിൽ 100 മതിയെന്നും, ശതമാതിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. അതേപോലെ എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അത് അറിവിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം. മറ്റേത് സമ്പത്താണ് പറയുന്നത്, ഇതല്ല, മറിച്ച് അറിവാണ്. അറിവ് നേടുക എന്നുള്ള മനുഷ്യന്റെ, അതായത് വയസ്സുകാലം ആയാൽ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഓരോന്നും. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്, ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ. മനുഷ്യന്റെ ആ ഒരു ത്വരയാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. യുളീസസ് എന്ന കവിതയിൽ
ഇത്താക്ക എന്ന രാജ്യം ഉപേക്ഷിച്ച് ഭാര്യയെയും മകനെയും ഒക്കെ ഉപേക്ഷിച്ച് അറിവിന് വേണ്ടി പോകുന്ന യുളീസസിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മനുഷ്യന്റെ ക്വസ്റ്റ് ആണ് ഇതില് പറയുന്നത്. ദ വാല്യൂ ഓഫ് പൈ ഈസ് 3.141592653589793238 അങ്ങനെ പോകുന്ന കണ്ടിന്യൂസ് നമ്പർ ആണ് പൈയുടെ വാല്യൂ. ആൻഡ് ദ പോയിന്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹർ കളക്ഷൻ മാപ്പ് കളക്റ്റഡ് ആൻഡ് ലാസ്റ്റ് പോയിന്റ്സ്. മാപ്പ് കളക്റ്റഡ് ആൻഡ് ലാസ്റ്റ് പോയിന്റ്സ് എന്ന ആ ഒരു കളക്ഷനിലാണ് ഈ കവിത ഉൾപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫിനിറ്റി ത്രൂ മാത്തമാറ്റിക്കൽ ഫിഗർ പൈ. ആ ഒരു ഇൻഫിനിറ്റി, അനന്തത എന്ന ആശയമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. അനന്തത. ദെൻ ദ കണ്ടിന്യൂസ് നമ്പർ ഷോസ് ഇറ്റ്സ് നെവർ എൻഡിങ് നേച്ചർ. ആ ഒരു പ്രപഞ്ചത്തിന്റെ നെവർ എൻഡിങ് നേച്ചർ ആണ് ആ ഒരു മാത്തമാറ്റിക്കൽ ഫിഗറിലൂടെ കാണിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് സീസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ അവർ ഇമാജിനേഷൻ. ഈ ഒരു പൈ എന്ന കോൺസെപ്റ്റിന് ഒരു അവസാനമില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ അവർ ഇമാജിനേഷൻ. നമ്മളുടെ ഭാവനയിലൂടെ മാത്രമേ നമുക്ക് അതിന്റെ അവസാനം സങ്കല്പിക്കാൻ കഴിയുള്ളൂ. അതിനൊരു അവസാനമില്ല. ദ പോയിന്റ് കമ്പയർസ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് തിങ്സ്. ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യൻ എന്ന് പറയുന്ന മോർട്ടൽ ആയിട്ടുള്ള ജീവിയാണ്, ഒരു ക്രീച്ചറാണ്. അങ്ങനെയുള്ള അവസാനമുള്ള ജീവജാലങ്ങളും അവസാനിക്കാത്ത സംഭവങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് കാരവാൻ ഓഫ് ഡിജിറ്റ്സ് ഷോസ് ദ എൻഡ്ലെസ് ഡിജിറ്റ്സ് ഇൻ ദ വാല്യൂ ഓഫ് പൈ. ഇവിടെ കവിതയില് കാരവൻ ഓഫ് ഡിജിറ്റ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എന്ന ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഷോസ് എൻഡ്ലെസ് ഡിജിറ്റ്സ് ഓഫ് ദി വാല്യൂ ഓഫ് പൈ. പൈയുടെ ആ ഒരു എൻഡ്ലെസ് വാല്യൂ ആണ് കാണിക്കുന്നത്. ആ ഒരു 3.1415 എന്നുള്ള ആ ഒരു കണ്ടിന്യൂസ് ഡിജിറ്റ്സ് ആണ് അത് കാണിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുൾ സീക്വൻസ് ഷോസ് ദ ഹ്യൂമൻ മെയ്ഡ് ആൻഡ് നാച്ചുറൽ ബൗണ്ടറീസ്. ആ ഒരു സീക്വൻസിലൂടെ നമുക്ക് ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ മാൻ മെയ്ഡ് ബൗണ്ടറീസും കാണാൻ സാധിക്കും. എൻഡ്ലെസ് നേച്ചർ ഓഫ് നാച്ചുറൽ തിങ്സ് അതും കാണാൻ സാധിക്കും. ആൻഡ് പൈ ക്യാൻ ബി സീൻ ഇൻ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്. പൈ അതിന്റെ വാല്യൂ നമ്മൾ അളക്കുന്നത് ബ്രെഡ്ത്ത് അതേപോലെ വിഡ്ത്ത് ഇതിലൂടെയൊക്കെയാണ്. ആൻഡ് we use numbers to measure and categorize our daily lives, but all the finite and infinite things. ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ പൈ എന്ന ആ ഒരു മാത്തമാറ്റിക്കൽ ഫിഗർ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് എവറിങ് ഇൻ യൂണിവേഴ്സ് ഹെവൻ ആൻഡ് എർത്ത് ഷാൽ പാസ് അവേ ബട്ട് പൈ സ്റ്റാൻഡ്സ് ഫോർ എവർ. കവി പറയുന്നു, ഈ ഭൂമിയും അതേപോലെ പ്രപഞ്ചവും സ്വർഗവും ഒക്കെ ഇല്ലാതെ ആയാലും പൈയുടെ വാല്യൂ അതുപോലെ തന്നെ നിലനിൽക്കും. ആൻഡ് ദ റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ്സ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് സ്റ്റഡി ആൻഡ് ഇറ്റേണൽ മൂവ്മെന്റ്. ഇതിലെ ഈ വാക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ആ ഒരു റെപ്പറ്റീഷൻ, ആ അക്ഷരങ്ങൾ തുടർന്ന് വരുന്നത് കാണിക്കുന്നത് ഇറ്റേണൽ മൂവ്മെന്റ് ആണ്, അതായത് അനശ്വരമായിട്ടുള്ള ആ ഒരു ചലനമാണ് കാണിക്കുന്നത്. ആൻഡ് ഹിയർ വി ക്യാൻ സീ സം തീംസ്. ചില തീമുകൾ നമുക്ക് കാണാം. ഫസ്റ്റ്, പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് പൈ. പൈ എന്ന കോൺസെപ്റ്റിനെ പേഴ്സോണിഫൈ ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങൾ പൈക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ പോം ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിൽ, അതായത് പ്രത്യേകിച്ച് മീറ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എഴുതപ്പെട്ട ഒരു കവിതയാണ് പൈ എന്ന ഈ കവിത. അതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പൈ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ പൈ എന്ന മാത്തമാറ്റിക്കൽ ഫിഗറിനുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാം. പിന്നീട് ഹൗ ദ പോയറ്റ് കമ്പയർസ് പൈ ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫും പൈയും എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞു ദ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ദ കണ്ടിന്യൂസ് ഡിജിറ്റ്സ് ഇൻ ദ വാല്യൂ ഓഫ് പൈ ഷോസ് ഹ്യൂമൻ ക്വസ്റ്റ് ഫോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു. അതായത് ഈ പൈയുടെ വാല്യൂയിലുള്ള കണ്ടിന്യൂസ് അക്കങ്ങൾ കാണിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതായത് ഒരിക്കലും തീരാത്ത മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അറിവ് നേടാനുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ ആ ഒരു കമ്പാരിസൺ എന്താണെന്ന് അതിനെക്കുറിച്ച് വിവരിക്കാൻ ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് പൈ. പൈ എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസും ചോദിക്കാം. These are the main points. Hope it is useful to you. Thank you.